സംഭവ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ പോൾസൺ പ്രദേശവാസി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പോൾസൺ, ഇതിന് സമീപമാണോ താങ്കൾ താമസിക്കുന്നത്? താങ്കൾ ഈ സ്ഫോടനം നടന്ന സമയത്ത് ആ സ്പോട്ടിന്റെ അടുത്തെങ്ങാനും ഉണ്ടായിരുന്നോ? അതിന്റെ ശബ്ദം കേട്ടിരുന്നോ? എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് പോൾസൺ? അതായത് എന്റെ സ്ഥലം കൈപ്പറമ്പ് കുറുമാൽ ഭാഗത്താണ്. ഞാൻ ദീപിക കേരളമതി പത്രങ്ങളുടെ പ്രാദേശിക ലേഖനാണ്. ഞാൻ സംഭവത്തിന്റെ വെടിക്കെട്ടിന്റെ ഈ സ്ഫോടനത്തിന്റെ സൗണ്ട് കേട്ടിട്ട് ഇങ്ങോട്ട് ഓടി വന്നതാണ്. അപ്പൊ ഇവിടെ ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത്, ഇവിടെ തീ ഇപ്പോഴും കെട്ടിട്ടില്ല. ഫയർഫോഴ്സുകാരും ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നുണ്ട്, ഒന്നും നടന്നിട്ടില്ല. കുഴിമിന്നുകൾ ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഇവിടെ 40ഓളം പേർക്ക് അതിനുള്ളിൽ ഭക്ഷണം കൊടുത്തിരുന്നു. പിന്നെ 4 പേരുടെ മൃതദേഹം കിട്ടിയതായിട്ട് പറയുന്നു. നിരവധി പേരുടെ മൃതശരീരത്തിന്റെ കഷ്ണങ്ങളും പൊട്ടിത്തെറിച്ച് ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു വിവരം ഇവിടെ കിട്ടിയിട്ടില്ല. നമുക്ക് ആ സ്പോട്ടിലേക്ക് ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരാൻ കഴിയാത്തൊരു പ്രയാസമുണ്ടല്ലോ. എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. കറക്റ്റ് സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ഒരു 200 മീറ്റർ അകലെയാണ് നിന്നിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാവധി അടുക്കാനുള്ള ശ്രമം നടന്നു. അവിടെ ഇനിയും ആളുകളുണ്ടോ, പരിക്കേറ്റവരുണ്ടോ, മൃതദേഹങ്ങളുണ്ടോ എന്നൊന്നും ഇപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, കിട്ടിയവരൊക്കെ ആശുപത്രിക്ക് ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആംബുലൻസുകളും മറ്റും വെയിറ്റിംഗിൽ കുറെ വണ്ടികൾ നിൽക്കുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഉണ്ട്. തുടക്കത്തിൽ പോൾസൺ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്? അപ്പോൾ തുടർച്ചയായി പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ തുടക്കത്തിൽ ആളുകളൊക്കെ എങ്ങനെയാണ് അവിടുന്ന് മാറ്റിയത്? തുടക്കത്തിൽ ഇവിടെ നല്ല ഫുള്ള് സ്ഫോടനമാണ്. ആ പറമ്പ് മുഴുവൻ കത്തി കരിഞ്ഞ അവസ്ഥയാണ്. അടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതില് പുറമെ ഓടി രക്ഷപ്പെട്ടവരും പുളലേറ്റവരും അങ്ങനത്തെവരാണ് ആദ്യ സ്റ്റെപ്പില് ആശുപത്രിക്ക് കൊണ്ടുപോകാനും മറ്റു കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ളത്. സാധാരണഗതിയിൽ നേരത്തെയും തിരുവമ്പാടിയുടെ ഈ പടക്ക നിർമ്മാണശാല ഈ ഏരിയയിൽ തന്നെയാണോ പ്രവർത്തിക്കുന്നത്? ഇവിടെ ഇവര് തിരുവമ്പാടിയുടെ പടക്കം തന്നെയാണ് ഇവിടെ ചെയ്തിരുന്നത്. മുന്നുള്ളത് തന്നെയാണ്. ഞാൻ ചോദിക്കുന്ന പോൾസൺ, എങ്ങോട്ടേക്ക് റോഡും വഴിയും അങ്ങനെ ഒരു റോഡ് വഴി പാടത്തിന്റെ സൈഡിലായതുകൊണ്ട് വണ്ടികൾ കറക്റ്റ് സ്പോട്ടിലേക്ക് എത്തില്ല. അപ്പൊ ഈ സാമഗ്രികളൊക്കെ, ഈ പടക്ക നിർമ്മാണത്തിന് വേണ്ടിയുള്ള സംഗതികളൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകും? തലച്ചുമടായിട്ടാണ്? അത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ചെറുവഴികൾ ഉണ്ടായിരിക്കാം. ഏറ്റിട്ടും ഇതൊക്കെയാവും കൊണ്ടുപോകും. ചെറുവണ്ടികൾ ചിലപ്പോൾ പോകണ്ടാവും. നമ്മുടെ ഫയർഫോഴ്സിനോ ആംബുലൻസിനോ അല്ലെങ്കിൽ മറ്റു വാഹനമൊക്കെ എത്തിപ്പെടാൻ പറ്റാത്തതാണ് പ്രശ്നം. പടക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള കതിനയും ഗുണ്ടും അതൊക്കെ ഉണ്ടാവും അല്ലേ? എല്ലാം ഉണ്ടാവും. ഇപ്പോൾ പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം ഓരോന്ന്. സാധാരണഗതിയിൽ പുറത്തുനിന്ന് വൻതോതിൽ ഇതിന് വേണ്ട അസംസ്കൃത വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഉണ്ടാക്കുകയാണ് ചെയ്തപ്പോൾ ഇതിൽ പരിചയമുള്ള ആളുകൾ തന്നെയല്ല ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടാറ്? അതെ, പരിചയമുള്ള ആളുകളാണ്. അത് വെയിലിന്റെ ചൂടിനെ തീ കുത്തിപ്പിടിച്ചതാവാനാണ് സാധ്യത എന്ന് പറയുന്നു. വെയിൽ ചൂട് അത്രയും ശക്തമായ ചൂടല്ലേ, അതുകൊണ്ടാണെന്ന്. എന്തായാലും ഇപ്പോൾ 5 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഇവർ 5 തന്നെയല്ലേ? അതെ, അത്രയാണ്. ശരി. താങ്ക് യു പോൾസൺ. എന്തായാലും പ്രദേശവാസികളൊക്കെ വലിയ നടുക്കത്തിലാണ്. അവരുടെ ശബ്ദങ്ങളിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇങ്ങനെ ഒരു അനുഭവം അടുത്തെങ്ങും അവർക്കൊന്നുമില്ല. കാരണം വലിയ സന്തോഷത്തോടെ, വലിയ ആവേശത്തോടു കൂടി അടുത്ത പൂരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആ ജനത ഒട്ടാകെ ഉള്ളത്. അതിനിടയിലാണ് ദൗർഭാഗ്യകരമായ വാർത്ത വരുന്നത്. തിരുവമ്പാടിക്ക് വേണ്ടി പടക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പടക്ക നിർമ്മാണശാലയിലാണ് ഉഗ്രസ്ഫോടനം നടന്നിരിക്കുന്നത്. ആ പടക്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന 5 പേർ തൽക്ഷണം മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായ വാർത്തയാണ്. മൊത്തം എത്ര പേർ ആ സമയം ആ ശാലയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. എല്ലാവരെയും ആ സ്പോട്ടിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നും അറിയില്ല. കാരണം അങ്ങോട്ടേക്ക് ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും നമ്മുടെ മുന്നിലുള്ള ചോദ്യം, ഈ മരണപ്പെട്ടവരെ എങ്ങനെ മാറ്റാൻ കഴിഞ്ഞു? ഇപ്പോഴും അവരെ പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ആരൊക്കെ ചേർന്നാണ് അവരെ മാറ്റിയത്? എങ്ങനെയാണ് ആ സ്പോട്ടിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് കടന്നത് എന്നതൊക്കെ ഈ സമയം ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ്. എന്തായാലും ഇപ്പോഴും ഫയർഫോഴ്സിന് പൂർണ്ണമായും അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ സ്ഫോടനത്തിൻ്റെ, ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആഘാതവും എത്ര വലുതാണെന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കണം സിറ്റുവേഷൻ. എങ്കിൽ കൂടി മാത്രമേ ഉദ്യോഗസ്ഥർക്ക് അങ്ങോട്ടേക്ക് ഇപ്പോഴും 100 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട്, വെള്ളമടിച്ചുകൊണ്ട് ഈ അവിടെ തീ നിയന്ത്രണ വിധേയമാക്കാൻ, അല്ലെങ്കിൽ ഇനിയും കത്തിത്തീരാത്ത പടക്കങ്ങൾ നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള, നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ചൂടാണ്, കനത്ത ചൂടാണ്. കൊടും ചൂടിൽ കാരണമായിരിക്കുമോ അതോ എന്തെങ്കിലും സ്പാർക്ക് കാരണമായിരിക്കുമോ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും 5 പേർ മരണത്തിന് നിലവിൽ കീഴടങ്ങിയിട്ടുണ്ട്. അവർ ആരൊക്കെയാണ് മരിച്ചത്, ആരൊക്കെയാണ് പരിക്കേറ്റ ആശുപത്രിയുള്ളത് എന്ന വിവരങ്ങളൊക്കെ നമുക്കറിയണം. എന്തായാലും തൃശ്ശൂരിലെ മുണ്ടത്തിക്കോട് ഇന്നുണ്ടായ അങ്ങേയറ്റം നടുക്കമുണ്ടാക്കുന്ന
ഉഗ്രസ്ഫോടനത്തിൽ 5 പേർ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. 40ഓളം പേർക്ക് പരിക്കേറ്റതായുള്ള അനൗദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വാർത്തകളൊക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ പേർ ആ സമയം ഈ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ആകെ 12 വെടിപ്പുരകൾ ആ സമയത്ത് അതിനകത്ത് പ്രവർത്തിച്ചിരുന്നു. പടക്ക നിർമ്മാണശാലകൾ ചെറിയ ചെറിയ യൂണിറ്റുകളായി 12 യൂണിറ്റുകൾ അതിനകത്ത് പ്രവർത്തിച്ചിരുന്നു. ആ 12 യൂണിറ്റുകളും ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഓരോ യൂണിറ്റിലും എത്ര പേർ ആ സമയം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. 11 വെടിപ്പുരകൾ കത്തി നശിച്ചു എന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ഓരോ വെടിപ്പുരകളിലും നിശ്ചിത എണ്ണം ജീവനക്കാർ സ്വാഭാവികമായും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ആ സമയം അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുമോ?